മാരുതി സുസുക്കി വാഗണാർ, പഴയ മോഡൽ വാഗണാർ. അപ്പോൾ വണ്ടിയുടെ കിടകിടകട സൗണ്ടായിട്ട് വന്നു. എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ടിങ്ങിൽ എഞ്ചിൻ്റെ ഭാഗത്ത് കിടകിടകടന്ന് സൗണ്ടായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട്. അപ്പോൾ അങ്ങനെ എഞ്ചിൻ്റെ ഓയിൽ സമ്പൊക്കെ അയച്ച്, പ്രൈമറി ആയിട്ട് എഞ്ചിൻ്റെ ഓയിൽ സമ്പൊക്കെ അയച്ച് നോക്കുന്ന സമയത്ത് ഓയിൽ സമ്പിൽ മൊത്തം സ്ട്രെയിനറൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നുണ്ടോ. സ്ട്രെയിനറൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയി. നോക്കുമ്പോൾ ഒരു ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്ന അതിൻ്റെ ഒരു ബെയറിങ്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്റ്റിംഗ് റോഡിൻ്റെ ബെയറിങ് ഉണ്ടോ, കണക്റ്റിംഗ് റോഡിൽ വരുന്ന ബെയറിങ് ഇതാ. ഒരു ബെയറിങ് കണ്ട ഫുള്ള് ഒരഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. കിടക്കിടക്കിടക്കുന്ന അതിൻ്റെ ആ ബെയറിങ് പോയാണ്ടാണ് ഫുള്ള് സൗണ്ട് വന്നത്. അപ്പോൾ എഞ്ചിൻ എന്തായാലും ഇറക്കി സംഭവിച്ച് നോക്കി. ആദ്യം എനിക്ക് ഗിയർ ബോക്സൊക്കെ അയച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എഞ്ചിൻ വണ്ടിയിൽ നിന്ന് മൊത്തത്തിൽ എഞ്ചിൻ ഇറക്കിയതാ. എഞ്ചിൻ ഫുള്ള് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ ഫുള്ള് അയച്ച് ഇനിയിപ്പോൾ ഇതിന് പണി എന്ന് പറഞ്ഞാൽ മൊത്തം ഹെഡ്, എഞ്ചിൻ്റെ ഹെഡ് അയക്കണം. ഹെഡ് അയച്ചതിന് ശേഷം പിസ്റ്റൺ, എല്ലാ പിസ്റ്റണൊക്കെ പൊക്കിയെടുത്ത കണക്റ്റിംഗ് റോഡ് പോയ കണക്റ്റിംഗ് റോഡും ബാക്കിയല്ല മിക്കവാറും എല്ലാത്തിൻ്റെ കണക്റ്റിംഗ് റോഡെല്ലാം മാറി ക്രാങ്ക് ഷാഫ്റ്റ് ഫുൾ അയച്ചെടുത്ത് അതൊക്കെ ലൈറ്റ് കൊടുത്ത് ഇതാക്കി നല്ല പോളിഷിങ് ചെയ്തെല്ലാം സെറ്റപ്പ് ആക്കണം. അത് ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് ഇതാ ഈ ഒരു സിലിണ്ടറിൽ വരുന്നത്. വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്നുണ്ടെന്ന് അറിയില്ലണ്ടാ. ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഇവിടെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ ഈ ഒരു വരുന്ന ഭാഗത്തെ ബെയറിങ് പോയി. അപ്പോൾ ഇന്ന് എന്തായാലും എഞ്ചിൻ മൊത്തം അയച്ചിറക്കി പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ.